അല്ലേ? പണ്ട് ജഗതി ഒരു സിനിമയിൽ പറഞ്ഞിട്ടുണ്ട്, വെളിയിൽ നിന്നുള്ള അണ്ടിയുടെ വരവോടെ നമ്മുടെ നാടൻ അണ്ടിയുടെ വില കിടിഞ്ഞു. അതുപോലെ തന്നെ അത് പണ്ട് നമ്മൾ ഈ അണ്ടി, അതായത് ഈ കശുവണ്ടി നമ്മൾ കാശിന് പകരം ഉപയോഗിച്ചത്. ഞങ്ങൾ ചെറുപ്പത്തിൽ സ്കൂൾ പോകുമ്പോൾ 90യുടെ ആദ്യകാലത്ത് കാശിന് പകരം, അതായത് ഒരു അണ്ടി കൊടുത്താൽ നമുക്ക്, അല്ലെങ്കിൽ 3 അണ്ടി കൊടുത്താൽ 5 പൈസ കിട്ടിയത് കാലം. അപ്പോൾ ചെറിയ കെട്ട് നമ്മുടെ ആലിൻ ചോട്ടിൽ അല്ലെങ്കിൽ മാവിൻ ചോട്ടിലൊക്കെ ഉണ്ടാകുന്ന ചെറിയ കടല്ലേ, അതിന് നമ്മൾ കാശിന് പകരം, അതായത് പുളിയഞ്ചി അല്ലെങ്കിൽ കടിച്ചാപ്പറിച്ചൊക്കെ വാങ്ങാൻ വേണ്ടി കാശിന് പകരം കൊടുത്തിരുന്നത് ഈ അണ്ടിയായിരുന്നു. അപ്പോൾ അങ്ങ് അണ്ടിക്ക് ഒരുപാട് ചരിത്രങ്ങൾ. ഇപ്പോൾ ആധുനിക ഫ്രൂട്ട്സിന്റെ കടന്നുവരവോട് കൂടി, അതായത് ലിച്ചി, റംബുട്ടാൻ, മാംഗോസ്റ്റീൻ ഇതുപോലുള്ള പഴവർഗ്ഗങ്ങളാണ് ഇപ്പോൾ നമ്മുടെ വീട്ടുവളപ്പിൽ എല്ലാവരും വെച്ച് പിടിപ്പിക്കുന്നത്. എന്നാൽ ഒരു കാലത്ത് ഞങ്ങളെ 80-90 കിഡ്സിന്റെ ഒക്കെ അന്നം തന്നെ ആയിരുന്നു ഈ അണ്ടി. അതായത് ഞങ്ങളുടെ നാട്ടിൽ പറങ്കി മാങ്ങ എന്ന് പറയുന്ന ഈ അണ്ടി, കശുവണ്ടി. നമ്മുടെ വീടിനടുത്തുള്ള എസ്റ്റേറ്റിൽ നിന്ന് അല്ലെങ്കിൽ അടുത്ത വീട്ടിലെ വളർത്തുന്നൊക്കെ അവർ കാണാതെ അടിച്ചു മാറ്റി ചാക്കിലാക്കി കൊണ്ടുപോയി വിറ്റ് അത് കാശാക്കുന്ന പരിപാടിയായി. ഒരുപാട് വെറൈറ്റി ഇനത്തിൽപ്പെട്ട കശുമാവ് അന്ന് തന്നെ ഉണ്ടായിരുന്നു. അതായത് ഇതിന്റെ ഈ സീസൺ ആയി കഴിഞ്ഞാൽ ഈ കശുമാവ് പഴുത്തത് അതുപോലെ കഴിക്കാനും, അതുപോലെ ഉപ്പും മുളകിട്ട് കഴിക്കാനും, ഇതിന്റെ ഈ പച്ച അണ്ടി കട്ട് ചെയ്ത് കഴിക്കാനും, പിന്നെ അത് ഉണങ്ങി വീണ് മുളച്ചതിന്റെ തൂമ്പ് കഴിക്കാനും, അതുപോലെ ഉണങ്ങിയ അണ്ടി ചുട്ട് കഴിക്കാനും, അതൊക്കെ ഒരു നോസ്റ്റാൾജിയാണ്. ആ ഫീലിംഗ് ഒന്നും ഇപ്പോഴൊന്നും ആർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല. അപ്പൊ അന്നൊക്കെ ഇതിന്റെ സീസൺ ആയി കഴിഞ്ഞാൽ ഫുൾ ടൈം പറങ്കിമാവ്, കശുവണ്ടി ഇതായിരുന്നു നമ്മുടെ എന്റർടൈൻമെന്റ്. പക്ഷെ ഇന്ന് കാലം മാറി, കാശുള്ളവരൊക്കെ ആധുനിക പഴവർഗ്ഗങ്ങളിലേക്ക് ഒതുങ്ങി. ഈ മൊബൈൽ യുഗത്തിൽ കശുമാവ് അപൂർവ ഇനത്തിൽപ്പെട്ട എന്ന ബഹുമതി നേടാൻ ഇനി അധിക ദൂരം. എന്തായാലും ഞാൻ തുടക്കത്തിൽ ജഗതിയുടെ ഡയലോഗ് പറഞ്ഞ മാതിരി വിദേശ അണ്ടിയുടെ വരവോട് കൂടി നമ്മുടെ നാടൻ അണ്ടിക്ക് മാർക്കറ്റിൽ വിലയില്ലാതായിരിക്കും.